എല്ലാവർക്കും നമസ്കാരം. റേഡിയോ ഹേമ പവർഡ് ബൈ ഹെർഫഡ് മലയാളി അസോസിയേഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി 26 നമ്മൾ ഭാരതീയർ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. റിപ്പബ്ലിക് ദിനത്തെ കുറിച്ച് ഒരു ചെറിയ വിശകലനം. ജനുവരി 26 പൊതു അവധിയായതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്കൂൾ ബാൻഡ്, NSS വോളണ്ടിയേഴ്സ്, അധ്യാപകര്, കൂട്ടുകാര് ഇവരോടൊപ്പം റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾ കാണാൻ പോകുന്നത് ഇന്നും മധുരമുള്ളൊരു ഓർമ്മയാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 2 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പബ്ലിക് ദിനം വളരെ പ്രത്യേകതയുള്ള ഒരു ദിനം കൂടിയാണ്. എന്താണ് റിപ്പബ്ലിക്? റിപ്പബ്ലിക് എന്നത് ജനങ്ങളുടെ പ്രതിനിധികൾ വഴി ഭരണവ്യവസ്ഥ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ഭരണരീതിയാണ്. ഇതിൽ ഭരണാധികാരം ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയുടേതല്ല, പകരം ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഭരണം നിർവഹിക്കുന്നത്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത്. അന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടന? ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന നിയമ പുസ്തകമാണ്. ഇത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥിതിക്കും ഭരണക്രമത്തിനും മൗലികമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഭരണഘടന ഇന്ത്യയെ ഒരു സാർവഭൗമ സോഷ്യലിസ്റ്റ് സെക്യുലർ ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. ഭരണഘടനയിൽ പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പാക്കുകയും രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾക്ക് നിർമ്മിതം നൽകുകയും ചെയ്യും. ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിതമായ ഭരണഘടനയാണ്. 1949 നവംബർ 26 ഇത് അംഗീകരിക്കപ്പെടുകയും 1950 ജനുവരി 26 ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. മൂല ഭരണഘടനയിൽ 22 ഭാഗങ്ങളിലായി 395 ലേഖനങ്ങളും 8 അനുബന്ധങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. വിവിധ കാലങ്ങളിലായി 100 ഭരണഘടനാ ഭേദഗതികൾ കാരണം ലേഖനങ്ങളുടെ എണ്ണം 448 വർദ്ധിച്ചു. നിലവിൽ 448 ലേഖനങ്ങളിൽ ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങൾ, മൗലിക അവകാശങ്ങൾ, ദിശാനിർദ്ദേശ തത്വങ്ങൾ, ഭരണഘടനാ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ ലേഖനങ്ങളിലൂടെ വിശദീകരിക്കുന്നു. യൂണിയനും അതിന്റെ മേഖലകളും, പൗരത്വം, മൗലിക അവകാശങ്ങൾ, സംസ്ഥാന ദിശാനിർദ്ദേശ തത്വങ്ങൾ തുടങ്ങിയവയാണ് ലേഖനങ്ങളിലെ ചില ഭാഗങ്ങൾ. 12 അനുബന്ധങ്ങൾ അഥവാ 12 സ്കെഡ്യൂൾസ് ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പട്ടിക, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും ഭവന സൗകര്യങ്ങളും, സത്യപ്രതിജ്ഞാ ഫോർമാറ്റുകൾ, രാജ്യസഭയിലെ സീറ്റുകളുടെ വിതരണം തുടങ്ങിയവയാണ് ഇതിലെ ചിലത്. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. എന്ന് എവിടെയാണ് ആദ്യ ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ആഘോഷം കൊണ്ടാടിയത്? ആദ്യ റിപ്പബ്ലിക് ദിനാഘോഷം 1950 ജനുവരി 26 ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിൽ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ടു. റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് നടന്ന പരേഡിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. ഈ ചരിത്രപരമായ ചടങ്ങിൽ സഭാ അംഗങ്ങളും പ്രമുഖ നേതാക്കളും പങ്കെടുത്തു. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷം പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നത് ഭരണഘടനയുടെ പ്രാധാന്യം, ജനാധിപത്യത്തിന്റെ ആലിംഗനം, ദേശഭക്തിയും ഐക്യവും എന്നിവയാണ്. സെറിമോണിയൽ പരിപാടികളുടെ ഭാഗമായി ഡൽഹിയിൽ നടക്കുന്ന പരേഡിൽ സൈനിക ശക്തി, സാംസ്കാരിക വൈവിധ്യം, പുരോഗതി എന്നിവ പ്രദർശിപ്പിക്കുന്നതാണ്. ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ദിവസം വിവിധ പ്രാധാന്യമുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നു. അവയിൽ പ്രധാനമായ പുരസ്കാരങ്ങൾ പത്മ പുരസ്കാരങ്ങളായ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന, സൈനിക ബഹുമതികളായ അശോക ചക്ര, കീർത്തി ചക്ര, ശൂര്യചക്ര എന്നിവ കൂടാതെ കുട്ടികൾക്കായി അവരുടെ സവിശേഷ കഴിവുകൾ, സാങ്കേതിക മികവ്, ശാസ്ത്ര ഗവേഷണം, സാമൂഹിക സേവനം, കല, സാഹിത്യം, മാനവികത, വീരത്വം തുടങ്ങിയ മേഖലകളിൽ അവർ നൽകിയ സംഭാവനകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടിക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ബാല പുരസ്കാരം അഥവാ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകി ആദരിക്കുന്നു. നമ്മുടെ സാഹോദര്യം, സ്നേഹം, സ്വാതന്ത്ര്യം, നാനാത്വത്തിൽ ഏകത്വം എന്നീ മൂല്യങ്ങൾ ലോക ജനതയിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഓരോ ഇന്ത്യക്കാരനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റേഡിയോ ഹേമ പവർഡ് ബൈ ഹെർഫഡ് മലയാളി അസോസിയേഷൻ സൈനിങ് ഓഫ്. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.